നമസ്കാരം. 1201 ധനുമാസം 17 വ്യാഴാഴ്ചയാണ് പുതുവർഷം 2026 പിറക്കുന്നത്. 1201 ചിങ്ങമാസം മുതൽ അടുത്ത 1201 കർക്കിടക മാസം വരെയുള്ള ഓരോ രാശിക്കാരുടെയും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദക്കാര്, നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത് ഈ 2026 എന്ന് പറയുന്നത് ശനിയുടെ 7ര ശനിയുടെ കാലഘട്ടമാണ്. ശനി 12ലാണ്. വ്യാഴമാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് അനുകൂലസ്ഥനാണ്. എന്നാൽ തന്നെയും കുടുംബജനങ്ങൾക്ക് അരിഷ്ടതയുണ്ടാവാം. സന്താനങ്ങളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അവരെയൊക്കെ അരിഷ്ടതകളുണ്ടാവാം. തൊഴിലിൽ ഉയർച്ചയുണ്ടാവാം. ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടതായി വരാം. വ്യവസായികൾക്കാണെങ്കിൽ കഷ്ടനഷ്ടങ്ങളും തൊഴിൽ തർക്കങ്ങളും തൊഴിൽശാലകളിൽ പല പരിഹാരങ്ങളും ഒക്കെ ചെയ്യേണ്ടതായി വരാം. ഉദ്ദിഷ്ട കാര്യസിദ്ധി, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വസ്തുവോ വീടോ വാഹനമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് കാര്യസിദ്ധി ഉണ്ടാവാം. സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് സഹായ സഹകരണങ്ങളൊക്കെ കിട്ടാം. വർഷാവസാനമായിട്ട് 2026 അവസാന കാലഘട്ടം എന്ന് പറയുന്ന മേടം രാശിക്കാർക്ക് വർഷാവസാനം സ്ഥാനഭ്രംശം, തൊഴിലിലൊക്കെ ചില മാറ്റങ്ങൾ വരാം. ചിലവർക്ക് തൊഴിൽ സ്ഥാനാന്തര പ്രാപ്തി, ആ തൊഴിൽ വിട്ട് വേറെ തൊഴിലിൽ ചെറിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാൻ അവസരങ്ങളുണ്ടാകാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാം. അവിചാരിതമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വരുമാന മാർഗം, ഏതെങ്കിലും തരത്തിൽ നിന്ന് ക്രയവിക്രയത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പലരിൽ നിന്നോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ടുള്ള അവിചാരിതമായിട്ടുള്ള ധനമാർഗങ്ങൾ ഉണ്ടാകാം. ഉദരരോഗം, അതുപോലെ തന്നെ മനോദുഃഖങ്ങൾ ഉണ്ടാകുന്ന പല അവസരങ്ങളും ഉണ്ടാകാം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ മനസ്സിന് ഭയങ്കര സ്ട്രെസ്സും ദുഃഖവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു വർഷം തന്നെയാണ്. ഈ മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. സന്ധ്യാസമയത്ത് നിങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് കുട്ടികളൊക്കെ ഒത്തുചേർന്നിരുന്ന് നിലവിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുകയോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രാർത്ഥനകൾ, ഇപ്പോൾ സൗന്ദര്യലഹരി പോലെയുള്ള ശ്രീ ശങ്കരാചാര്യർ വിരചിതമായിട്ടുള്ള സൗന്ദര്യലഹരിയിലെ പ്രത്യേക ശ്ലോകങ്ങൾ, 100 ശ്ലോകങ്ങളിൽ ഏതെങ്കിലും ശ്ലോകങ്ങൾ നിങ്ങളുടെ കാര്യസ്ഥിതിക്ക് അനുഗ്രഹമായതായിരിക്കാം. ആ കാര്യസ്ഥിതി ഇപ്പോൾ ധനം നിങ്ങൾക്ക് കയ്യിൽ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ ധനം വരുന്നുണ്ട്, അത് പാടെ ആശുപത്രി ചെലവുകളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് രോഗദുരിതങ്ങളാണ്, വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, സന്താനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് പർട്ടിക്കുലറായിട്ടുള്ള ഓരോ ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങളെ സ്വായത്തമാക്കുകയും എല്ലാ ദിവസവും നിലവിളക്കിന് മുന്നിലിരുന്ന് ഇത്ര ഉരു എന്ന് കർശനമായിട്ട് നമ്മൾ ഗുരുവിൽ നിന്ന് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് പാരായണം ചെയ്യുകയൊക്കെ ചെയ്താൽ കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ ഒരു പ്രാർത്ഥന ഏകീകരണം വീട്ടിൽ വരുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കുടുംബത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ മേടം രാശിക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് 2026 നടക്കുന്നത്. ശനിയുടെ ദോഷങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാതിരിക്കാനായിട്ട് ശനീശ്വര പ്രാർത്ഥനകളും ശനീശ്വര ദോഷ പരിഹാരങ്ങളും നിങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക 3 പാദക്കാരും 1, 2, 3 പാദക്കാരും രോഹിണി, മകയിരം ആദ്യ പാദം നക്ഷത്രത്തിൽപ്പെട്ട ഇടവം രാശിക്കാർക്ക് നിങ്ങൾക്ക് വസ്തുവുമായിട്ട് വ്യവഹാരം ഉണ്ടാകാം. വസ്തുവുമായിട്ട് തർക്കങ്ങളോ വ്യവഹാരങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൃഥാ കലഹങ്ങൾ, വഴക്ക് നിർബന്ധമായിട്ട് വീട്ടിലോ പുറത്തോ ജോലിസ്ഥലത്തോ ചുറ്റുപാടിലോ ഒക്കെ കലഹങ്ങളുണ്ടാകാം. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കൊക്കെ യോഗം കാണുന്നുണ്ട്. ദ്രവ്യനാശം, അർത്ഥനാശം ഇതൊക്കെ വരുന്നുണ്ട്. യാത്രാക്ലേശം വന്നു ഭവിക്കാം. ബന്ധുവിരോധങ്ങൾ, അതായത് ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിൽ വാക്കുതർക്കങ്ങളുണ്ട്, ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കേണ്ടതായിട്ട് വരാം. ഇപ്പോൾ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരോ ബന്ധുക്കളൊക്കെ ആയിട്ട് വിരോധം, ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട്. അപ്പോൾ എല്ലാവരോടും വാക്കുകളൊക്കെ നല്ല സൂക്ഷിച്ചുപയോഗിക്കുക. ബന്ധുവിരോധങ്ങളൊക്കെ വന്നു ചേരാം. കുടുംബത്തിൽ അകാരണമായിട്ടുള്ള കലഹ സാധ്യതകളുണ്ടാകാം. രോഗദുരിതങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിക്കാം. സന്താനങ്ങൾക്കൊക്കെ അരിഷ്ടതയുണ്ടാവാം. സന്താനങ്ങൾക്ക് രോഗചികിത്സയോ അല്ലെങ്കിൽ രോഗത്തിന് അസുഖങ്ങൾ, കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വന്നാൽ തന്നെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ഹോസ്പിറ്റൽ ചെലവുകൾ വർദ്ധിക്കാം. അപ്പോൾ സന്താനങ്ങൾക്ക് അരിഷ്ടതയുണ്ടാവാം. പഠനത്തിലൊക്കെ കുട്ടികൾ പിന്നോക്കമാവാം. ഉന്നത പഠനമൊക്കെ ആഗ്രഹിച്ച കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് പഠനത്തിനൊന്നും അഡ്മിഷൻ കിട്ടാതിരിക്കുക, പണം കൊടുത്തിട്ട് കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഇതുമൂലമൊക്കെ മാതാപിതാക്കൾക്ക് മനോദുഃഖം ഉണ്ടാക്കാം. വ്യാപാരത്തിലെ നഷ്ടങ്ങളും അനാവശ്യമായിട്ടുള്ള ചിലവുകളും ഒക്കെ ഉണ്ടാവാം.
കാര്യങ്ങളിൽ പ്രതിബന്ധം, തടസ്സം, അലച്ചിൽ, ധനനഷ്ടം ഇവയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട്, ഗുണങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നതിനായിട്ട് ഹനുമാന് വെറ്റിലമാലയോ കുങ്കുമാർച്ചനയോ ഹനുമാൻ ഉപവാസമോ ഒക്കെ എടുക്കുന്നത്, ശനിയാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതൊക്കെ വളരെ വിശേഷകരമാണ്. നിങ്ങളുടെ കൂടുതലായിട്ട് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളിൽ ഗുണം കൂടുതലായിട്ട് കിട്ടുന്നതിന്. മിഥുനം രാശിയിൽപ്പെട്ട മകയിരത്തര, തിരുവാതിര, പുണർദം ആദ്യ 3 പാദ നക്ഷത്രക്കാർക്ക്, തിരുവാതിര, പുണർദം ആദ്യപാദ നക്ഷത്രക്കാർക്ക്, പൊതുവെ മകയിരത്തിൽപ്പെട്ട നക്ഷത്രക്കാരായ മിഥുനം രാശിക്കാർക്ക് നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്ന് വിരോധം ഉണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പ്രവൃത്തി മൂലം സംഭവിക്കാം. സുഹൃത്തുക്കളിൽ നിന്ന് വിരോധം ഭവിക്കാം. സ്ഥാനമാന പ്രാപ്തി, നിങ്ങൾ എവിടെയെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പൊസിഷനിൽ മാറ്റം ഉണ്ടാവാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണപ്രാപ്തി. ദീർഘദൂര യാത്രാക്ലേശങ്ങൾ വരാം. പലപ്പോഴായിട്ട് യാത്ര ചെയ്തിട്ട് ആ യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് ദീർഘദൂര യാത്രയിൽ നിന്ന് യാത്രാക്ലേശവും ധനനഷ്ടവും വന്നു ഭവിക്കാം. മാതൃജനത്തിന് രോഗദുരിതങ്ങൾ ഉണ്ടാവാം. കൂട്ടുകച്ചവടത്തിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ചേരാം. കൂട്ടുകച്ചവടത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് ധനാഗമനം പ്രതീക്ഷിക്കാം. വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാൻ അവസരങ്ങളുണ്ടാകാം. അതിന് ബാങ്ക് ലോണുകളേക്ക് ആശ്രയിക്കേണ്ടി വരുമെന്ന് മാത്രം. ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാം. ഷുഗർ പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ നല്ല രീതിയിൽ ചികിത്സകൾ തുടരേണ്ടതാണ്. കർമ്മത്തിൽ പലവിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. വാഹന ഉപയോഗമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം. വാഹന അപകടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല വാഹന അപകടം വരുന്നത്, പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഉപയോഗിക്കാം. സാമ്പത്തിക പരാധീനത മൂലം പലതും മാറ്റിവയ്ക്കേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പരാധീനത ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ധനം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധ പതിപ്പിക്കുന്നതും അതിൽ ജാഗ്രത പുലർത്തുന്നതുമൊക്കെ നന്നായിരിക്കും. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് പൊതുവെ കർമ്മരംഗത്ത് ധാരാളം അലച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. ജോലി സ്ഥലത്ത് അശ്രദ്ധ മൂലം ധനനഷ്ടം വന്നു പേരാം. സ്ഥാനമാറ്റങ്ങളും സ്ഥാനഭ്രംശങ്ങളും ഒക്കെ ഉണ്ടാകാം. തൊഴിലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തൊഴിലൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നേക്കാം. ബിസിനസ്സുകാർക്കൊക്കെ ആണെങ്കിൽ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു വല്ലാത്ത പ്രതിസന്ധികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ 2026 മുന്നോട്ട് പോകാനായിട്ട്. കുടുംബത്തിലെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുചേർന്ന് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനോദുഃഖം ഒഴിവാക്കുന്നതിന് കാരണമാകാം. ധാരാളം തടസ്സങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു വർഷമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ശത്രുശല്യം വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗുരുജനങ്ങൾക്ക്, അതായത് മാതാപിതാക്കൾക്കോ ഗുരുജനങ്ങൾക്കോ ഒക്കെ അരിഷ്ടതകളും അതുപോലെ തന്നെ രോഗദുരിതങ്ങളും ഒക്കെ വന്നു ചേരാം. സാമ്പത്തിക ക്ലേശം ധാരാളം ഉണ്ടാകാം. ഉല്ലാസയാത്രകളോ പുണ്യതീർത്ഥ യാത്രകളോ ഒക്കെ ചെയ്യാനായിട്ട് അവസരങ്ങളുണ്ടാകാം. മത്സര പരീക്ഷാദികളിലൊക്കെ വിജയം ഭവിക്കാം. വസ്തു, വാഹനം, ലാഭം ഇവയൊക്കെ വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. വീട് മാറ്റി വാങ്ങാനോ വീട് പുതുക്കി പണിയാനോ വസ്തു വാങ്ങാനോ ഒക്കെ സാധിക്കാൻ ഉള്ള സമയമാണ് ഇത്. ബാങ്കുകളെ ലോണുകളൊക്കെ ആയിട്ട് ആശ്രയിച്ച് നിങ്ങൾക്ക് വസ്തു, വാഹനം, വീട് ഇവയൊക്കെ വാങ്ങാനായിട്ട് യോഗം വന്നു ചേരുന്നുണ്ട്. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യ പാദ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ശനി അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. വ്യാഴം 10ലും പിന്നെ 11ലും വീണ്ടും 11ലും ഒക്കെ മാറി മാറി സഞ്ചരിക്കുന്ന കാലമാണ്. വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്ന തൊഴിൽശാലകളൊക്കെ നടത്തുന്നവർക്ക് ഒരുപാട് തർക്കങ്ങളും തൊഴിൽ തർക്കങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാം. തൊഴിൽശാലകളിൽ പോലും പല വിധത്തിലുള്ള സ്ട്രെസ്സ്, സാമ്പത്തികമായിട്ടാണെങ്കിലും മെൻ്റൽ സ്ട്രെസ് ആണെങ്കിലും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. ബന്ധുജനങ്ങളുമായിട്ട് അകൽച്ച ഉണ്ടാകാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനചലനം വന്നു ചേരാം. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നത് വരെ സംഭവിക്കാം. വിദേശയാത്ര സബലീകരിക്കുന്നതാണ്. ഭവന നിർമ്മാണം, ഭവനം പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയത് പണി തുടങ്ങാനോ ഒക്കെ ഉള്ളവർക്ക്, അത് ഉദ്യമമൊക്കെ സംരംഭമൊക്കെ തുടങ്ങാനൊക്കെ ആയിട്ടുള്ളവർക്ക് അത് സാധ്യമാകുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് പല വെല്ലുവിളികളെയും നേരിടേണ്ടി വരുന്നതാണ്.
നമ്മളുടെ തൊഴിൽ ഇല്ലാത്ത ചെറുപ്പക്കാർക്ക്, തൊഴിൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ചെറിയ തോതിൽ തൊഴിലൊക്കെ ലഭ്യമാകുന്ന വർഷമാണ്. പല സംഘടനകളും രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകാം, നേരിടേണ്ടി വരുന്നതാണ്. പുതിയ തൊഴിൽ മേഖല കണ്ടെത്തേണ്ടി വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. ചെറിയ സംരംഭമൊക്കെ തുടങ്ങിയിട്ട് അതിൽ നഷ്ടമാണെന്ന് തോന്നിയിട്ട് അത് വിട്ട് വേറെ സംരംഭം, പുതിയ തൊഴിൽ മേഖലയൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നൊരു രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. 2026 കുടുംബ ബന്ധത്തിൽ അസ്വസ്ഥതകളോ അലച്ചിലുകളോ ഒക്കെ ഉണ്ടാകാം. വ്യാപാരത്തിൽ ധനനഷ്ടം വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം, മത്സര പരീക്ഷയിലൊക്കെ വിജയവും ഉന്നത വിജയവും വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നുണ്ട്. ഈ വർഷമധ്യത്തോടുകൂടി ശത്രുക്കളെ ജയിക്കാനും സാമ്പത്തിക ബാധ്യതയൊക്കെ തീർക്കാനും സാധിക്കുന്നതാണ്. വസ്ത്രാഭരണ ലാഭവും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ യോഗം കാണുന്നുണ്ട് ചിങ്ങം രാശിക്കാർക്ക്. ഏതായാലും കൂടുതൽ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും വ്യാഴാഴ്ച ദിവസം ഒരു 21 വ്യാഴാഴ്ചയെങ്കിലും വിഷ്ണുവിനെയോ കൃഷ്ണനെയോ ക്ഷേത്ര ദർശനം നടത്തുന്നതും, അതുപോലെ തന്നെ നിങ്ങളുടെ രാശി ചിന്തനം നടത്തിയിട്ട് അതിനനുകൂലമായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ വളരെ ഉത്തമമായിരിക്കും. കന്നിരാശിക്കാർക്ക് ഉത്രം അവസാനത്തെ പാദം, അത്തം ചിത്തിര ആദ്യ പാദക്കാരാണ്. നിങ്ങൾക്കിപ്പോൾ 2025 ഒക്ടോബർ 18 വരെ വ്യാഴം 10-ലാണ്. ശേഷം അത് 11-ലേക്ക് മാറും. ഡിസംബർ 5 മുതൽ 10-ലും, 2026 ജൂൺ 2 മുതൽ വ്യാഴം 11-ലും, ശനി 7-ലും, രാഹു 6-ലും, കേതു 12-ലും ഒക്കെ സഞ്ചരിക്കുന്ന കാലമാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം വന്നു ചേരുന്നുണ്ട്. സ്ഥാനഭ്രംശം, തൊഴിലിൽ സ്ഥാനഭ്രംശം ഉണ്ടാകാം. സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞാൽ തൊഴിൽ വിട്ടുകളയുകയോ തൊഴിലിൽ മാറ്റം സംഭവിക്കുകയോ ചെയ്യാം. പരീക്ഷാദികളിലൊക്കെ വിജയം ഭവിക്കുന്നുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ യോഗമുണ്ട്. സന്താനങ്ങൾക്ക് അരിഷ്ടത, സന്താനങ്ങൾക്ക് രോഗമോ രോഗദുരിതമോ ഒക്കെ വരാം. അതുമൂലം നിങ്ങൾക്ക് മനോദുഃഖവും ഉണ്ടാകാം. സന്താന ക്ലേശം അനുഭവപ്പെടാം. വ്യാപാരത്തിൽ വിജയം പ്രതീക്ഷിക്കാം. ദാമ്പത്യ കലഹം, പങ്കാളിയുമായിട്ട് കലഹം, അത് കുടുംബ കോടതി വരെ എത്താനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക. ദാമ്പത്യ വിരഹം വന്നു ഭവിക്കാൻ യോഗം കാണുന്നു. ശത്രുഭീതി നല്ലതുപോലെയുണ്ട്. ഊഹ കച്ചവടത്തിൽ ധനനഷ്ടം വരാം. ഓഹരി കച്ചവടമോ അല്ലെങ്കിൽ ക്രയവിക്രയമോ വസ്തു കൈമാറ്റമോ ഒക്കെ നഷ്ടത്തിലാണ് കലാശിക്കുന്നത്. ഉദരരോഗം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ബഹുമതികൾ ലഭിക്കാം. ധനവർദ്ധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ, വരവും ചിലവും വളരെയേറെ വർദ്ധിക്കുന്ന, വരവ് കൂടും, അതനുസരിച്ച് ചിലവും കൂടും. തീർത്ഥയാത്രകൾ മനസ്സന്തോഷം ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളും വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നും ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള പല യാത്രകളും നിങ്ങൾക്ക് ഈ വർഷം അനുഭവയോഗ്യമാകുന്നുണ്ട്. എങ്കിലും അത് ധനനഷ്ടത്തിനും കൂടി വഴിവെക്കാം. കാരണം യാത്ര ചെയ്യുമ്പോൾ ധനനഷ്ടം വരും. അതുകൂടാതെ ഓർക്കാപ്പുറത്ത് ധന ദുർവ്യയം അനുഭവിക്കാൻ യോഗം കാണുന്നു. സജ്ജനങ്ങളുമായിട്ടുള്ള ബന്ധം, സ്ഥാനമാനഹാനി ഇവയൊക്കെ നിങ്ങൾക്ക് ഈ വർഷം ഫലമാണ്. രാഷ്ട്രീയക്കാർക്ക് പല വിധത്തിലുള്ള അപകീർത്തിക്കും മറ്റുള്ള അപവാദത്തിനും പാത്രമാകാനും യോഗം കാണുന്നു. തുലാം രാശിക്കാർക്ക് ചിത്തിര അവസാന പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദവും 2025 ഒക്ടോബർ 18 വരെ വ്യാഴം 9-ലാണ്. ശേഷം അത് 10-ലേക്ക് മാറുന്നു. ഡിസംബർ 5 മുതൽ 9-ലും, 2026 ജൂൺ 2 മുതൽ 10-ലും, ശനി 6-ലും, രാഹു 5-ലും, കേതു 11-ലുമാണ് നിൽക്കുന്നത്. ഗുണദോഷ സമ്മിശ്ര കാലഘട്ടം തന്നെയാണ് ഈ തുലാം രാശിക്കാർക്ക് ഈ ഒരു വർഷം. വ്യാപാര വ്യവസായങ്ങളിൽ ഉയർച്ചയും ധനാഗമനവും വസ്തു വാഹന ലാഭവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനോ തൊഴിൽ നഷ്ടപ്പെട്ട നാട്ടിൽ തിരിച്ചെത്താനോ ഒക്കെ അവസരം കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം, അതായത് വീട് പുതിയതായിട്ട് പണിയാൻ യോഗം വന്നു ചേരുന്നുണ്ട്. വിവാഹാദി കാര്യങ്ങൾ നടപ്പിലാകുന്നതാണ്. യുവജനങ്ങളുടെ, ഇതുവരെ വിവാഹം നടക്കാത്ത യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. സ്വജന വിരോധം, അസൂയാലുക്കൾ, ശത്രുക്കൾ ഇവരൊക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അസൂയാലുക്കളും ശത്രുക്കളും ഒക്കെ കർമ്മനിരതരായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ അവസരം കാത്തിരുന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വന്നു ഭവിക്കുന്നതാണ്. അപമാനവും ദുഷ്കീർത്തിയും ഒക്കെ ധാരാളം അനുഭവിക്കേണ്ട വർഷമാണ് രാഷ്ട്രീയക്കാർക്കും സാമൂഹിക പ്രവൃത്തിയിൽ ഇരിക്കുന്നവർക്കും ഈ ഒരു വർഷം. പൈതൃക സ്വത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സജ്ജന സമ്പർക്കം മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിത്തരാനായിട്ട് കഴിയുന്നതാണ്. ഉദ്യോഗം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ആഗ്രഹിക്കുന്നതല്ലെങ്കിൽ പോലും ചെറിയ തോതിൽ ഏതെങ്കിലും ഒരു തൊഴിൽ ലഭിക്കുന്നതാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് നിങ്ങൾ ഇഷ്ടദേവനെ, മഹാദേവനെയോ ഇഷ്ട
ദൈവത്തെയോ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു ദേവത, ഇഷ്ടദേവതയുണ്ടെങ്കിൽ ഇഷ്ടദേവതയുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു മന്ത്രം നിങ്ങൾ സ്വായത്തമാക്കി നിരന്തരം അത് ജപിക്കുക. നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് പതനം, വീഴ്ച, വാഹനാപകടം ഇവയൊക്കെ സൂക്ഷിക്കുന്നത് പൊതുവെ നന്നായിരിക്കും. ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണങ്ങൾ കൂടിയിരിക്കുന്നതിനുമായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിങ്കൽ നീരാഞ്ജനം, എള്ളുമാല, നീലശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി ഇവയൊക്കെ ചെയ്യുന്നതും, ശാസ്താഭജനം ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം, ഓരോ രാശിക്കാർക്കും പ്രത്യേകമായിട്ടുള്ള ശാസ്താഭജനം ഉണ്ട്. ആ മന്ത്രങ്ങൾ നിരന്തരം ഉരുക്കൊഴിക്കുന്നതും നവഗ്രഹ സ്തോത്രം നിത്യവും ജപിക്കുന്നതും നന്നായിരിക്കും. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന പാദവും അനിഴം നക്ഷത്രം തിക്കേട്ട നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് 2025 ഒക്ടോബർ 18 വരെയാണ് വ്യാഴം 8-ലാണ്. അതിനുശേഷം വ്യാഴം 9-ലേക്ക്, ഒക്ടോബർ 18-ന് ശേഷം വ്യാഴം 9-ലേക്കും, ഡിസംബർ 5 മുതൽ വീണ്ടും അത് 8-ലും, പിന്നീട് 2026 ജൂൺ 2 അത് 9-ലും, ശനി 5-ലും, രാഹു 4-ലും, കേതു 10-ലും ആകയാൽ ശാരീരിക മാനസിക വ്യാപാരങ്ങളിൽ നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ശാരീരിക മാനസിക വ്യാപാരങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്ക് നിന്നാൽ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം. ധനനഷ്ടവും വരുത്തി വയ്ക്കാം. അതുകൊണ്ട് തന്നെ വിദഗ്ധ അഭിപ്രായവും വിദഗ്ധ ഉപദേശവും തേടി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ്സുകാർക്ക് നല്ലതായിരിക്കും. പുതിയ സ്ട്രാറ്റജിയൊക്കെ അവലംബിക്കുന്നത് നിങ്ങൾക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നന്നായിരിക്കും. കർമ്മരംഗത്ത് അനിശ്ചിതത്വമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. മേലധികാരികളുടെ അപ്രീതി ഉദ്യോഗസ്ഥർക്കുണ്ടാകാം. വാഹനവുമായിട്ട് ചിലവുകൾ ഉണ്ടാകാം. രോഗശാന്തി, ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ, നേത്രരോഗം, ശത്രുഭയം ഇവയൊക്കെ വന്നു ഭവിക്കുന്ന ഒരു കാലമാണ്. യുവജനങ്ങളുടെ വിവാഹ തടസ്സമൊക്കെ മാറാം. പ്രണയബദ്ധരായിട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ പ്രണയത്തിൽ കുടുംബാംഗങ്ങളുടെ തടസ്സം മൂലം അതിനെ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു ചേരാൻ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാകാം. ബന്ധുവിരോധം നല്ലതുപോലെ അനുഭവയോഗ്യമാകുന്നുണ്ട്. സ്ഥാനഭ്രംശം വന്നു ചേരാം. തൊഴിലിൽ മിക്കവാറും നിങ്ങൾക്ക് തൊഴിൽ വിട്ടിട്ട് വേറൊരു പുതിയ തൊഴിൽ തേടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അകാരണമായിട്ടുള്ള കലഹം, വഴക്ക് ഇവ കുടുംബത്തിൽ യോഗ്യമായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിലെ വിജയം വന്നു ചേരാം. എങ്കിലും ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ അനുഭവ യോഗമായി വന്നു ഭവിക്കുന്നുണ്ട്. എന്തായാലും വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിങ്കൽ പൂജാ വഴിപാടുകളും അതുപോലെ തന്നെ നീരാഞ്ജനം വഴിപാടായി കഴിക്കുന്നതും, ഒന്നുകിൽ യഥാവിധി വഴിപാടുകൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദ നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ 18 വരെയാണ് വ്യാഴം 7-ലാണ്. ശേഷം അത് 8-ലേക്ക് മാറുന്നു. ഡിസംബർ 5 മുതൽ 7-ൽ, 2026 ജൂൺ 2 മുതൽ 8-ലും, ശനി 4-ലും, രാഹു 3-ലും, കേതു 9-ലുമാണ്. ഈ വർഷം ഗുണദോഷ സമ്മിശ്ര കാലം തന്നെയാണ് ഈ രാശിക്കാർക്ക്. ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാം. കർമ്മരംഗത്ത് പല മാറ്റങ്ങളും വന്നു ചേരാം. ധാരാളം ജോലിസ്ഥലത്ത് ധാരാളം ജോലിഭാരം ഉണ്ടാകാം. വിദേശയാത്ര, പരീക്ഷാദികളിൽ വിജയം, മാതൃജന വിയോഗം, ബന്ധുക്കൾക്ക് അരിഷ്ടത, വാതരോഗങ്ങളൊക്കെ ഉള്ളവർക്ക്, വാതപിത്ത കഫരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കാം. പലവിധ പ്രതിബന്ധങ്ങളും എല്ലാ തലത്തിൽ നിന്നും അനുഭവയോഗ്യമാകുന്നുണ്ട്. യുവജനങ്ങളുടെ വിവാഹം നടക്കാനായിട്ട് സാധ്യതകളുണ്ട്. ജാതകവശാൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി വിവാഹയോഗമായോ എന്ന് പരിശോധിക്കാം. പുതിയ സംരംഭം തുടങ്ങാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. കലാരംഗത്തുള്ള കലാപ്രതിഭകൾക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ കിട്ടാം. രോഗപീഠ, ശത്രുഭയം ഇവ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വ്യാപാരത്തിൽ വിജയം പ്രതീക്ഷിക്കാം. തീർത്ഥയാത്രകൾക്കൊക്കെ സൗകര്യങ്ങൾ വന്നു ചേരാം. ധനാഗമനത്തിനുള്ള പല വഴികളും പല സോഴ്സുകളും നിങ്ങൾക്ക് തുറന്നു വരുന്നതാണ്. കുടുംബത്തിൽ കലഹം, വ്യാപാര വ്യവസായ ഗുണങ്ങൾ, പുതിയ വാഹനം വാങ്ങാൻ യോഗം കാണുന്നുണ്ട്. പൊതുവെ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതിനുമായിട്ട് തിങ്കളാഴ്ച ദിവസം മഹാദേവന് ധാര, കൂവളാർച്ചന, നെയ്വിളക്ക്, പിൻവിളക്ക് ഇവ സമർപ്പിക്കുന്നതും മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതും മഹാദേവന് നിങ്ങളെ വിധിയാമണ്ണുള്ള വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ ഉചിതമായിരിക്കും. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദക്കാരും തിരുവോണം, അവിട്ടം ആദ്യ പാദക്കാർക്കും ഒക്ടോബർ 18 വരെ വ്യാഴം 6-ലും ശേഷം 7-ലും, ഡിസംബർ 5 മുതൽ 6-ലും, 2026 ജൂൺ 2 മുതൽ 7-ലും, ശനി 3-ലും, രാഹു 2-ലും, കേതു 8-ലും നിൽക്കുന്ന വർഷമാണ്.
സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും വ്യാപാര വ്യവസായ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ പരസ്യരംഗത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ധനവരവിനും അഭിവൃദ്ധിക്കുമുള്ള സോഴ്സുകളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ശനിയുടെ ആ ഒരു നിലനിൽപ്പ്, അവർക്ക് ശനി പോകുന്ന പോക്കാണ്. ധാരാളം പ്രതിബന്ധങ്ങൾ അവരുടെ മുന്നിൽ തൊഴിലിലൂടെ അവർക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. എങ്കിലും വർഷ അവസാനത്തോടു കൂടി ധനവരവ് വന്നു ചേരാം. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം. ഭവന നിർമ്മാണം ആരംഭിക്കാൻ യോഗം കാണുന്നു. വ്യവസായ രംഗത്തുള്ളവർക്ക് ധാരാളം ധനവരവിനുള്ള അവസരങ്ങളൊക്കെ മുന്നിൽ തുറന്നു വരുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ്. വിദേശ യാത്രാഗുണം, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്രാഗുണം, അതുപോലെ തന്നെ ശമ്പള വർധനവ്, സ്ഥലമാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അതും യോഗ്യമാകുന്നുണ്ട്. ഉദരവുമായിട്ട് ബന്ധപ്പെട്ട് രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ ആവശ്യമാകാം. ഷുഗർ പോലെയുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്നവർ, ഷുഗർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ അതിന് നല്ല രീതിയിലുള്ള ചികിത്സകളൊക്കെ തേടുക. കാരണം ഷുഗറൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വർദ്ധിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാപിതാക്കൾക്ക് അരിഷ്ടതകൾ വന്നു ചേരാം. അന്യദേശവാസം, വീട് വിട്ട് മാറി താമസിക്കുക, ഇരിക്കുന്ന സ്ഥലം വിട്ട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരാം. ബന്ധുജനങ്ങൾക്കൊക്കെ വിരോധം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ഭവിക്കുന്നുണ്ട്. സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളാകാം. നേരത്തെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ മാറി പുതിയ ഒരു ശത്രുതയിലേക്കൊക്കെ മാറാം. തൊഴിലിൽ സ്ഥാനഭ്രംശമൊക്കെ വന്നു ചേരാം. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സൽകീർത്തി, അതുപോലെ തന്നെ ഗുരുജനങ്ങൾക്ക് ദേഹാരിഷ്ടതകളൊക്കെ കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്നെ അവരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാനിടയുണ്ട്. അനാവശ്യ ചെലവുകൾ, ആശുപത്രി ചെലവുകളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് വർഷാവസാനം വരവ് കൂടുമെങ്കിലും ചിലവുകളും അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ട് നിങ്ങൾക്ക് വഹിക്കേണ്ടതായിട്ട് വന്നു ചേരാം. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, തര, ചതയം, പൂരോരുട്ടാതി, ആദ്യ പാദ നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ 18 വരെ വ്യാഴം 5-ലും ശേഷം 6-ലും, ഡിസംബർ 5 മുതൽ 5-ലും, 2026 ജൂൺ മുതൽ വ്യാഴം 6-ലും ശനി 2-ലും രാഹു ജന്മത്തിലും കേതു 7-ലും ആണ് ഗോചരം ചെയ്യുന്നത്. ദോഷാധിക്യമുള്ള കാലം തന്നെയാണ് കുംഭം രാശിക്കാർക്ക്. എങ്കിലും ഓരോ നക്ഷത്രക്കാരെ എടുത്തു നോക്കിയാൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളാണ് ഉണ്ടാകുന്നത്. ആരോഗ്യസ്ഥിതി മോശമായിരിക്കും. പൊതുവെ ഈ രാശിക്കാർക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അഗ്നി, ആയുധം, വീഴ്ച, ഇതൊക്കെ പതനം, ഇതൊക്കെ സംഭവിക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പ്രത്യേക ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണം. ധനദുർവ്യയം നിങ്ങൾക്ക് വന്നു ചേരാം. ചിലവുകളൊക്കെ ഒരുപാട് അധികരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുമായിട്ടൊക്കെ കലഹങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുടെ മക്കളൊക്കെ പ്രായമായിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് കലാരംഗത്ത് പല പ്രശസ്തിയും പുരസ്കാരവും ഒക്കെ കിട്ടാം. പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പല പരാജയങ്ങളും നേരിടേണ്ടതായിട്ട് വരാം. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല രീതിയിലുള്ള പ്രാദേശികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. വ്യാപാരത്തിൽ വർധനവ്, കർമ്മത്തിൽ ഗുണം, ധനവരവ് ഇതൊക്കെ പ്രതീക്ഷിക്കാം. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ ഇതുവരെ കിട്ടാതിരുന്ന ശമ്പള കുടിശ്ശികയൊക്കെ തീർത്ത് കിട്ടുന്നതാണ്. അതിനുശേഷം പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാം. എന്തായാലും പലവിധ പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വരുന്നൊരു വർഷമാണ്. അതിനെയൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് ഉയർച്ച വന്നു ചേരുന്നതാണ്. സാമ്പത്തിക വിഷമതകൾ ധാരാളം നിങ്ങൾക്ക് വർഷാവസാനം അനുഭവിക്കേണ്ടതായിട്ട് വരാം. കുടുംബത്തിൽ അന്തഛിദ്രവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേസുകൾ, കോടതി വഴക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീണ്ടു പോകാം. നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി വരുന്നത് ഇനിയും തടസ്സപ്പെടാം. വർഷാവസാനം ബന്ധുഗുണം, കർമ്മത്തിൽ കാര്യവിജയം ഇവ പ്രതീക്ഷിക്കാം. പരിഹാരമായിട്ട് ശനിയാഴ്ച വ്രതമോ വിഷ്ണു സഹസ്രനാമമോ അതുപോലെ ഒരു പിടി പണം ഭഗവാന് ഗുരുവായൂരപ്പന് മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് സമർപ്പിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് നന്നായിരിക്കും. മീനം രാശിയിൽ പെട്ട നക്ഷത്രം പൂരോരുട്ടാതി, അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ 18 വരെ വ്യാഴം ഇവർക്ക് 4-ലാണ്. ശേഷം അത് 5-ലേക്കും, ഡിസംബർ 5 മുതൽ വീണ്ടും 4-ലും, 2026 ജൂൺ 2 മുതൽ അത് 5-ലും, ശനി ജന്മത്തിലും രാഹു 12-ലും കേതു 6-ലും മാറി മാറി ഗോചരം ചെയ്യുന്നു. ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് ഇവർക്ക്, ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രങ്ങളിൽ ദോഷാധിക്യം കൂടിയിരിക്കുന്ന ഒരു കാലം തന്നെയാണ്. ഉദ്യോഗത്തിലുള്ളവർക്ക് പൊതുവെ ഒരുപാട് മേലുദ്യോഗസ്ഥരുടെ
അപ്രീതി സമ്പാദിക്കേണ്ടതായിട്ട് വരാം. ഒരുപാട് ജോലി സമയത്തിൽ കഠിനമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടും വരാം. ജോലി സമയമൊക്കെ ഇരട്ടിയാവും. അതുപോലെ നിങ്ങൾക്ക് തൊഴിലിലൊക്കെ ഒരുപാട് അധ്വാന ഭാരം ഏൽക്കേണ്ടതായിട്ട് വരാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കും. കർമ്മരംഗത്ത് ഗുണാഭിവൃദ്ധി, തീർത്ഥയാത്രകൾക്ക് അവസരം, ബന്ധുജനങ്ങളുമായിട്ട് ബന്ധുജനങ്ങളുമായിട്ട് കൂടുതൽ സ്നേഹത്തിൽ സഹവർത്തിത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ആത്മീയ രംഗത്ത് സ്പിരിച്വാലിറ്റിയിലൊക്കെ കൂടുതൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. കലാരംഗത്തുള്ളവർക്ക് ബഹുമതിയും അംഗീകാരവും ലഭിക്കുന്നതാണ്. പരീക്ഷാദികളിൽ വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കത് സഫലമാകുന്നതാണ്. മാനഹാനി വന്നു ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിലിലൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരുകയും പൈതൃക സ്വത്ത് അനുഭവയോഗ്യമാകുന്നുണ്ട്. മനോദുഃഖമുണ്ടാക്കുന്ന പല സംഭവങ്ങളും നിങ്ങൾക്കുണ്ടാകാം. സന്താനയോഗം കാത്തിരിക്കുന്നവർക്ക് അതിനുമുള്ള യോഗം വന്നു ഭവിക്കുന്നതാണ്. വ്യാപാരത്തിൽ വർധനവ്, കച്ചവടക്കാർക്ക് ചെറുകിട കച്ചവടമാണെങ്കിലും വൻകിട കച്ചവടമാണെങ്കിലും വർധനവ് പ്രതീക്ഷിക്കാം. ഈ വസ്തു, വാഹനം, വീട് ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. ശിവങ്കൽ ധാര, കൂടുതൽ ഗുണങ്ങൾക്ക് ശിവങ്കൽ ധാര, കൂവളമാല, പിൻവിളക്ക്, അതുപോലെ തന്നെ നെയ്വിളക്ക്, എല്ലാ തിങ്കളാഴ്ചയും മഹാദേവന അർച്ചന ഇവ ചെയ്യുന്നത് വളരെയേറെ ഗുണങ്ങൾക്ക് നന്നായിരിക്കും.